കൊള്ളാം, നന്നായിട്ടുണ്ട്. ഗംഭീരം. ഇത്ര ഭംഗിയുള്ളതെന്ന് ഇതിനു മുമ്പ് നഗരത്തിൽ എവിടെയും കണ്ടിട്ടില്ല. കണ്ണിലുടക്കിയതിൻ്റെ സൗന്ദര്യം ഒരു നിമിഷം നിന്ന് ആസ്വദിച്ചിട്ടേ ആർക്കും കടന്നു പോകാനാകും. അത്ര മനോഹരമായിട്ടാണ് ചെടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ സംഗതി കളറായിട്ടുണ്ട്. ഇത് എത്ര ദൂരമുണ്ട് ഇപ്പോൾ? ഇത് ആദ്യത്തെ ഘട്ടമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നഗരത്തിൻ്റെ ഒരു സംസ്കാര മാറ്റം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മാലിന്യമുക്തമായിട്ടുള്ള കേരളത്തെ സൃഷ്ടിക്കുമ്പോൾ പത്തനംതിട്ട നഗരത്തെയും ഹരിത നഗരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി. പിന്നെ വേറെ 3 പരിപാടി ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ചെടിയൊക്കെ നട്ട് അവിടെ ഒരു പൂന്തോട്ടം ഒരുക്കണമായിരുന്നു. പിന്നെ ഇവിടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുക എന്നതാണ് ഞങ്ങളുടെ പണി. ഇതൊരു തുടക്കം എന്നുള്ള നിലയിലാണ്. കൂടുതൽ സന്നദ്ധ സംഘടനകൾക്കും മറ്റും ഇതിനകത്ത് പങ്കാളികളാക്കി വരാൻ വേണ്ടി കഴിയും. ഇവർക്കെല്ലാം ആദ്യം ഒന്ന് മുന്നോട്ട് വരാനുള്ള ഒരു മടിയുണ്ടാവും. അതിനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. നമുക്ക് എല്ലാവരും കൂടി ചേർന്നാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി പത്തനംതിട്ടയെ മാറ്റാൻ കഴിയും എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ഇതുവഴി മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. നഗരപാതയ്ക്ക് കൂടി സൗന്ദര്യം പകരുന്നുണ്ട് ചെടികളും പൂക്കളും. ഇവിടെ നിന്നുള്ള സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിലും നിറയുകയാണ്. നവകേരള സദസ് ജില്ലയിൽ സംഘടിപ്പിക്കപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൂടിയാണ് 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. ക്യാമറമാൻ ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി. അഭിലാൽ ഉണ്ട് നമ്മോടൊപ്പം. ഗുഡ് മോർണിംഗ് അഭിലാൽ. തുടർന്നും പത്തനംതിട്ട ഇങ്ങനെ പൂക്കളുടെ ശോഭയിൽ മുന്നോട്ട് തന്നെ പോകുമായിരിക്കും അല്ലേ? അതെ അതെ, ഒരു പദ്ധതി നടപ്പാക്കുക എളുപ്പമാണ്. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ പരിപാലനമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പരിപാടികളാകുമ്പോൾ അതിൻ്റെ പരിപാലനം എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. നഗരത്തിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂടി സഹകരണം നഗരസഭയ്ക്ക് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു 3 മാസ കാലയളവ് കൊണ്ട് വളരെ സാവധാനമാണിത് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യം കൈവരികളിൽ അതിന് അനുയോജ്യമായ കമ്പികൾ ഘടിപ്പിക്കുകയായിരുന്നു. പിന്നീട് പെയിൻറ്റിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്തത് അപ്ലൈഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർ ഏറെക്കുറെ 3-4 ദിവസം കൊണ്ട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഒടുവിൽ ഇന്നലെയാണ് അത് ചെടിച്ചട്ടികൾ, മനോഹരമായ ചെടിച്ചട്ടികൾ വെച്ച് അത് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിയത്. 1ാം ഘട്ടം മാത്രമാണ് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. ജനറൽ ആശുപത്രിയുടെ മുൻവശം മുതൽ നഗര കേന്ദ്രത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം വരെയും പിന്നീട് നഗരസഭ ഓഫീസിൻ്റെ പരിസരത്തുമാണ് മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ജനറൽ ആശുപത്രിയുടെ പരിസരം എന്നൊക്കെ ഉള്ളത് അത്ര ആകർഷകമായ ഒരു പരിസരമല്ല താനും. എന്നാൽ ഇപ്പോൾ അതിന് ഒക്കെ തന്നെ മാറ്റം വന്നിരിക്കുന്നു. കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒക്കെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഏറെക്കുറെ 1 കിലോമീറ്റർ ദൂരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പരിപാലനത്തിന് അതാത് ഷോപ്പുകളുടെ ഉടമകൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട്. വ്യാപാരികളുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഏത് ഷോപ്പിൻ്റെ മുന്നിലാണോ ചെടിച്ചട്ടികൾ ഇരിക്കുന്നത് അത് വെള്ളമൊഴിച്ചും പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ് എന്നുള്ളതാണ് ധാരണയായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ 5 ലക്ഷം രൂപ മുതൽ മുടക്കിയുള്ള ഈ പദ്ധതിയുടെ കരാറിൽ തന്നെ ഇതിൻ്റെ പരിപാലനം 1 വർഷത്തേക്ക് കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരിപാലനം എന്നുള്ളത് വ്യാപാരികളെ തന്നെ ഏൽപ്പിക്കാനാണ്. ഇടയ്ക്ക് കോളേജ് വിദ്യാർത്ഥികളും ചെടികൾ നനയ്ക്കാൻ വേണ്ടി എത്തിച്ചേരുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ഇത് രണ്ടും സാധ്യമാകാതെ വന്നാൽ കരാറുകാരൻ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും. ശരി അഭിലാൽ, ഏതായാലും അതിമനോഹരമായിരിക്കട്ടെ പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട വഴി കടന്നു പോകുന്നവർക്കും അതൊരു സന്തോഷമാവട്ടെ.